ലാൽ സലാം. മോഹൻലാലിൻ്റെ തുടരും ഇനിയും ഇറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ കേരള ഫൈനൽ പ്രീ സെയിൽ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ആ ഒരു മാജിക് ഉണ്ടെങ്കിൽ ലാൽ മാജിക് പോലെ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇന്ന് തന്നെ എത്തുന്നതായിരിക്കും. നമുക്ക് ജില്ല തിരിച്ചുള്ള ആ ഒരു കാര്യത്തിലേക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് 162ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 18,894 ആളുകൾ കണ്ടു, അല്ലെങ്കിൽ അവർ ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്നു. ഗ്രോസായി വന്നിരിക്കുന്നത് 34,55,529 രൂപയാണ്. 38.30% ഒക്യുപ്പൻസിയിൽ. കൊല്ലം 83 ഷോകളിൽ നിന്ന് 10,031 പേരാണ് കണ്ടിരിക്കുന്നത്. 16,27,570 രൂപ ഗ്രോസായി വന്നിരിക്കുന്നു. 41% ഒക്യുപ്പൻസി. പത്തനംതിട്ട 22 ഷോകളിൽ നിന്ന് 2,365ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 4,02,690 രൂപയാണ് ഗ്രോസ് ആയിട്ട് പ്രീ സെയിലൂടെ വന്നിരിക്കുന്നത്. അതായത് 42.7% അതിൻ്റെ ഒക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത്. ആലപ്പുഴ 54 ഷോകൾ 7,317ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 12,10,226 രൂപയാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 36.6% ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. കോട്ടയം 63 ഷോകളിൽ നിന്ന് 9,363 ടിക്കറ്റുകൾ വിറ്റുപോയി. 14,06,730 രൂപ വന്നിരിക്കുന്നു. 45.48% ഒക്യുപ്പൻസി. ഇടുക്കി 22 ഷോകൾ 2,435 ടിക്കറ്റുകൾ 4,23,000 പരം ഗ്രോസ് വന്നിരിക്കുന്നു. 36.8% ഒക്യുപ്പൻസി. എറണാകുളം മലയാള സിനിമയുടെ തട്ടകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എറണാകുളം തന്നെയാണ്. ഏത് സിനിമ വന്നാലും വലിയ രീതിയിലുള്ള ഷോ കൗണ്ടുകളുള്ള എറണാകുളത്ത് 217ഓളം ഷോകളിൽ നിന്ന് 28,720ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 57,93,659 രൂപയാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 48.8% ഒക്യുപ്പൻസി. തൃശ്ശൂർ 167 ഷോകൾ 20,000 മുകളിലുള്ള ആളുകൾ 29,000 മുകളിലുള്ള ഗ്രോസ് വന്നിരിക്കുന്നു. 36.9% ഒക്യുപ്പൻസി. പാലക്കാട് 67 ഷോകളിൽ നിന്ന് 6,874ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തു. 9,67,000 മുകളിലുള്ള എമൗണ്ട് വന്നിരിക്കുന്നു. 32% ഒക്യുപ്പൻസി. മലപ്പുറവും വയനാടും 31% ഒക്യുപ്പൻസിയാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് 112ഉം വയനാട്ടിൽ 18 ഷോകളാണുള്ളത്. 10,366 പേർ ടിക്കറ്റ് എടുത്തു. മലപ്പുറത്തെടുത്തപ്പോൾ വയനാട്ടിൽ 1,237 പേരാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 13,53,000 മുകളിലുള്ള എമൗണ്ടാണ് ഗ്രോസായി വന്നത് മലപ്പുറത്തെങ്കിൽ. വയനാട്ടിൽ 1,70,000 രൂപയാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് 113 ഷോകളിൽ നിന്ന് 11,645ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 19,85,000 മുകളിൽ ഉള്ള ഗ്രോസ് വരികയും 38% ഒക്യുപ്പൻസി വരികയും ചെയ്തു. കണ്ണൂരും കാസർഗോഡും മത്സരിക്കുന്നു. 66 ഷോകളായും കണ്ണൂരും കാസർഗോഡ് 20 ഷോകളും 8,880ഓളം ടിക്കറ്റുകൾ കണ്ണൂർ വിറ്റുപോയപ്പോൾ 1,316ഓളം ടിക്കറ്റുകളാണ് കാസർഗോഡ് വിറ്റുപോയത്. 12,60,000 രൂപയാണ് ഗ്രോസായി കണ്ണൂരിൽ നിന്ന് വന്നതെങ്കിൽ കാസർഗോഡിൽ നിന്ന് 2,00,100 രൂപയാണ് വന്നിരിക്കുന്നത്. 51% ഒക്യുപ്പൻസി കണ്ണൂരിൽ വന്നപ്പോൾ 23% കാസർഗോഡ് വന്നത്. മൊത്തം 1,186 ഷോകളിൽ നിന്ന് 1,39,510 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,32,53,000 മുകളിലുള്ള എമൗണ്ടുകളാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി പ്രീ സെയിലൂടെ വന്നിരിക്കുന്നത്. അതും 39.8% ഒക്യുപ്പൻസിയിൽ. ഒരു ഹൈപ്പും ഒന്നുമില്ലാതെ വന്ന സാധാരണ ഒരു മോഹൻലാൽ ചിത്രം എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രമാണെങ്കിൽ ഇന്ന് തുടരും ആ റേഞ്ചിലേക്ക് എത്തുന്നു. എന്താണെങ്കിലും നാളെ തിയേറ്ററുകളിൽ തീ പിടിപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ലാത്ത ഈ ഒരു ചിത്രത്തിൻ്റെ പ്രീ സെയിലാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കൂടുതൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അൽസലാം.